ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയായിട്ട് വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണെന്ന്, അല്ലേ? അല്ല കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എംബ്രോയ്ഡറി ത്രെഡായിട്ട് വന്നപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാനാണെന്ന്. ഇത് രണ്ടുമല്ല. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ മിനിയേച്ചർ ക്രിസ്മസ് ട്രീസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വർക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് ഷാർപ്പ് ചെയ്തിട്ടുള്ള ചെറിയൊരു പെൻസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഈ ഒരു കമ്പിയാണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ തിക്കായിട്ടുള്ള കമ്പിയും അതുപോലെ തന്നെ തിന്നായിട്ടുള്ള കമ്പിയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആ ഒരു പെൻസിലിൻ്റെ ഷാർപ്പ് ചെയ്തതിൻ്റെ കുറച്ച് താഴെയായിട്ട്, അതായത് ഒരു 1/4 ഇഞ്ച് താഴെയായിട്ട് ഇതുപോലെ നമ്മുടെ കമ്പി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുറ്റി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ആ ഒരു അറ്റ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ആ ഒരു പെൻസിലിൻ്റെ ഷാർപ്പ് ചെയ്ത ഭാഗത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു കമ്പി ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കാം കേട്ടോ. കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഇതുപോലെ ചുറ്റിയെടുക്കാം കേട്ടോ. എന്നാലാണ് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു അറ്റഭാഗം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കമ്പി വളച്ചെടുത്ത് ചുറ്റാം കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ എല്ലാ കമ്പിയും ഒരേ അകലത്തിലാണ് നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് ചുരുട്ടി വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു കമ്പികളൊക്കെ കറക്റ്റ് അകലത്തിൽ ആണോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു പെൻസിലിൽ നിന്ന് നമുക്ക് ഇതുപോലെ പയ്യെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടത് ഫെവി ബോണ്ടാണ് കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പിയിലേക്ക് ഈ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുന്നത്. ഈ ഒരു ഗം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആ ഒരു കമ്പിയിൽ മാത്രം ആവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ ആ ഒരു ഗമ്മിൻ്റെ ഉണങ്ങി കഴിയുമ്പോൾ ഒരു വൈറ്റ് ഇതായിട്ട് തോന്നും കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം പയ്യെ പയ്യെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ ഓരോ കമ്പിയിലേക്കും ഈ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഗം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ത്രെഡിൻ്റെ മുകളിലേക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒരു പെൻസിലിലാക്കിയിട്ട് ആ ഒരു പെൻസിലിൻ്റെ ആ ഒരു അറ്റഭാഗം യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കംഫർട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയ മുട്ടുസൂചിയോ അല്ലെങ്കിൽ പിന്നോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ത്രെഡ് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ത്രെഡ് ചുറ്റുന്നുണ്ട്. കുറച്ചൊക്കെ ആ ഒരു കമ്പിയുടെ ഭാഗം കാണുന്നത് നല്ലതാണ് കേട്ടോ. ആ ഒരു സ്നോ എഫക്റ്റ് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ അറ്റം വരെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചുറ്റിയെടുത്തിട്ട് മുകളിലും കൂടി ആ ഒരു ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ക്രിസ്മസ് ട്രീയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡെക്കറേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ കമ്പി ചുറ്റി കൊടുക്കുന്നത്. നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചൊരു വലുപ്പത്തിനാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അടുപ്പിച്ചാണ് ഈ ഒരു കമ്പി ഇതുപോലെ ചുറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റഭാഗം ചുറ്റുമ്പോൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പെൻസിലിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സാവധാനം വേണം വിടിയിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് നമുക്ക് മിസ്സാവുന്നതായിരിക്കും. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന്
വലുതാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ സ്പ്രിങ് വലിക്കില്ലേ, ആ ഒരു എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ 2 ക്രിസ്മസ് ട്രീയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ആരുള്ളത്? സ്റ്റാർ. അപ്പോൾ ചെറിയൊരു സ്റ്റാറിനെ ഞാൻ വരച്ച് ഒരു പേപ്പറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫോം ഷീറ്റിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു സ്റ്റാർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 സ്റ്റാർസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ ത്രെഡ് ചുറ്റിയിട്ടുള്ള ആ ഒരു ക്രിസ്മസ് ട്രീയിലേക്ക് ചെറിയ സ്റ്റാറും ആ ഒരു കമ്പി മാത്രം ഫോൾഡ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീയിലേക്ക് കുറച്ചുകൂടി വലിയൊരു സ്റ്റാർ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രം. അപ്പോൾ 2 സ്റ്റാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു വലിപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ കുറച്ച് ബീഡ്സും സീക്വൻസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഈ ഒരു കമ്പിയുടെ ക്രിസ്മസ് ട്രീ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഗ്രീൻ കളറിലുള്ള സീക്വൻസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഫെവി ബോണ്ട് ചെറിയ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഓരോ സീക്വൻസ് ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. കുറച്ചധികം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുമാണ് കേട്ടോ. ഈ ഒരു ഗമ്മ് നമ്മൾ എവിടെയാണോ സീക്വൻസ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു വൈറ്റിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് ആ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം എല്ലാ ഗ്രീൻ കളറുള്ള സീക്വൻസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് റെഡ് കളറിലുള്ള ഹാഫ് ബീഡ് കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെവി ബോണ്ട് വെച്ച് സ്റ്റിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള റെഡ് കളറിലുള്ള ഹാഫ് ബീഡ് കേട്ടോ. അപ്പോൾ നമുക്ക് നൂലിൽ കോർക്കാനും കൂടിയും പറ്റിയിട്ടുള്ളൊരു ഹാഫ് ബീഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ത്രെഡ് ചുറ്റിയിട്ടുള്ള ആ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായല്ലോ, ആ ഒരു ക്രിസ്മസ് ട്രീയിലും ഈ ഒരു ഹാഫ് ബീഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവി ബോണ്ടിന് പകരം ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ത്രെഡ് ആയതുകൊണ്ട് ആ ഒരു ഗ്ലൂ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റാറും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ത്രെഡിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു കമ്പിയുടെ ക്രിസ്മസ് ട്രീയിലേക്ക് ഈ ഒരു സ്റ്റാറും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ ക്രിസ്മസ് ട്രീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം സിൽവർ കളറിലും ഒരെണ്ണം ഗ്രീൻ കളറിലും. അപ്പോൾ ഇതിൽ ഏത് ക്രിസ്മസ് ട്രീ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കുട്ടി ക്രിസ്മസ് ട്രീ ആണ്. ഇതിൻ്റെ ഈ ഒരു സീക്വൻസ് ഒട്ടിക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള ക്രിസ്മസ് ട്രീ വീഡിയോസും അതുപോലെ തന്നെ ക്രിസ്മസ് ഡെക്കോർ വീഡിയോസും ഗിഫ്റ്റ് ഐഡിയാസൊക്കെ ആയിട്ട് ഇനിയും പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.